ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് ടോപ്പ് 5 കോക്കൈൻ ബാൻ ടിപ്പ് ഫോർ ന്യൂ യൂസർ, അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് പോയിന്റ് പറയാം, ബി പേഷ്യൻ്റ്. അതായത് ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് ടൈം എടുക്കും. അതേപോലെ നമ്മളുടെ ബ്രെയിനിൽ പുതിയ പുതിയ സൗണ്ടുകൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതേപോലെ നമ്മൾ ആദ്യം പറയുന്നത് അവർക്ക് കേൾക്കുന്നത് കറക്റ്റാണുള്ളത്. അതുകൂടാതെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ സെറ്റ് സ്മോൾ ആൻഡ് അച്ചീവ് ഗോൾസ്. അത് നമ്മൾ എൻവയോൺമെൻറ്റിലെ ചെറിയ ചെറിയ സൗണ്ടുകൾ കേൾക്കാൻ റെക്കഗ്നൈസ് ചെയ്യാൻ ഈസിയാക്കാൻ പറ്റും. അതിനൊക്കെ ഒരു ടൈം എടുക്കും. അതുകൊണ്ട് എന്താ, ബി പേഷ്യൻ്റ്, ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് അറിയുന്നത്, വിയർ യുവർ പ്രോസസ്സർ കോൺസ്റ്റൻ്റ്ലി. അതായത് നമ്മൾ എത്രത്തോളം പ്രോസസ്സർ യൂസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ചെറിയ ഷോർട്ട് ടൈമിൽ ബ്രേക്ക് എടുക്കുന്നതാണ്. അതായത് ഇങ്ങനത്തെ കേസിൽ വരും, രാത്രി ഉറങ്ങുന്ന സമയത്ത്, അതുകൂടാതെ കുളിക്കുന്ന സമയത്ത്, അങ്ങനെ ചില ടൈമിൽ യൂസ് ചെയ്യാതെ ഷോർട്ടായിട്ടുള്ള ബ്രേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ കോക്കൈൻ ബാൻ പ്രോസസ്സർ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അതേപോലെ നമ്മൾ ബാറ്ററിയൊക്കെ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ബാറ്ററി ഉണ്ട്, ഡിസ്പോസിബിൾ ആൻഡ് റീചാർജബിൾ. ആ ബാറ്ററിക്കുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര ഹവേഴ്സ് നമുക്ക് എടുക്കുന്നു അങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ നോക്കുക ഒരു ഡയറിയിൽ വെച്ച്. അതൊക്കെ നല്ലതാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ഡെയിലി. അതായത് നമ്മൾ ഇന്നൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നാളെ അതെന്നെ പാട്ട് കേൾക്കാൻ നോക്കുക. ഇന്ന് കേട്ട റിലീക്സ് ശരിയാവണമെന്നില്ല, അതെന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക. മ്യൂസിക് മാത്രമല്ല, ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്, അതേപോലെ ഓഡിയോ ബുക്ക്, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഓരോന്ന് ചെയ്യാൻ നോക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോടോ ഇപ്പോൾ പാരൻസിനോടോ ചോദിച്ചിട്ട് അവർ എന്തെങ്കിലും വായിക്കാൻ പറയുക, ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ റിപ്പീറ്റായിട്ട് പറയുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോക്കൈൻ ബാൻ കഴിഞ്ഞ ഒരു കുട്ടി, പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ചിരുത്തിയിട്ട് അവരോട് നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് തിരിച്ച് പറയാൻ നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത്, അഡ്ജസ്റ്റ് യുവർ എക്സ്പെക്റ്റേഷൻ. നോട്ട് എവരി സൗണ്ട് വിൽ ബി പെർഫെക്റ്റ്. എല്ലാ സൗണ്ടും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഫസ്റ്റ് നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു റോബോട്ടിക് ആയിട്ടോ അല്ലെങ്കിൽ സംതിങ് സ്ട്രെയിൻഡ് ആയിട്ട് തോന്നും. അത് നോർമലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളൊരു 23-24 ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് തന്നെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ പോയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇതുവരെ കേട്ടിരുന്ന സൗണ്ടല്ല പിന്നെ ഞാൻ കേൾക്കുന്നത്. അത് നോർമലാണ്. കാരണം നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് വലിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതൊക്കെ നോർമലാണ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് വിചാരിക്കും ഇന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ അതിനൊക്കെ ഒരു ടൈം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അഡ്ജസ്റ്റ് യുവർ എക്സ്പെക്റ്റേഷൻ. ദെൻ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്, കണക്ട് കോക്കൈൻ ബാൻ കമ്മ്യൂണിറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൊക്കെ നമുക്ക് കോക്കൈൻ ബാൻ കഴിഞ്ഞ കുട്ടികളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പാരൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ആരാണോ അറിയുന്നത് അവരോടൊക്കെ ഡൗട്ട് ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ കുട്ടികൾക്ക് അവർ കോക്കൈൻ ബാൻ ചെയ്യുന്ന ആളെ തന്നെയായിരിക്കും കണക്ടിവിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നത്. ഓക്കെ. സോ 5 ടിപ്സാണുള്ളത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ